സ്മരിക്കുക. വേട്ടേക്കലിനെയും ജഗദംബികയെയും ശ്രീമഹാദേവനെയും എല്ലാ ദേവീദേവന്മാരെയും വന്ദിച്ചുകൊണ്ട് ഈ ഒരു സൗഭാഗ്യം ഒരിക്കൽ കൂടി നൽകിയ ഈ ഒരു ഭാഗവത ശ്രവണം ഇനിയും ജന്മാവസാനം വരെ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. നാം ജപിക്കാനും ഭാഗവതം വായിക്കാനും കേൾക്കാനും പറയാനും സമർപ്പണങ്ങൾ ചെയ്യാനും ഒക്കെ അതിനുവേണ്ടി ഈ ജീവിതം അത്തരത്തിൽ പൂർണ്ണമാക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഭഗവാനിലേക്ക് സമർപ്പിക്കാം. ഇനി ഇവിടെ ആ അവതാരപാരായണം കഴിഞ്ഞാൽ ഇവിടെ അഭിഷേകം മുഴുവനായി കഴിഞ്ഞാൽ മഹാദീപാരാധനയോടുകൂടി യജ്ഞ സമർപ്പണം. പിന്നെ എല്ലാവർക്കും പരിഭ്രമം തുടങ്ങുന്ന സമയമാണ്. അപ്പോ അത് വഹിക്കുന്നത് കഴിഞ്ഞ പ്രവർത്തകർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അതിലേക്കിടെ രണ്ടുകൂടെ ഓടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞ് സാധാരണ തന്നെ നമുക്ക് പൊതുവേ ഉള്ളൊരു ശീലം എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈറ്റിലായാലും വേണ്ടില്ല, ട്രെയിനിലായാലും വേണ്ടില്ല, യജ്ഞവേദിയിലായാലും വേണ്ടില്ല, കല്യാണ സ്ഥലത്ത്. അപ്പൊ നമ്മൾ യജ്ഞവേദിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇരിക്കുക. ഈ ആദ്യത്തിലുള്ള ആളുകൾ മുതലും എല്ലാം മന്ദം മന്ദം ജലധരാജഗർജുരം സാഗരം ജായമാനേ ജനാർദ്ദനെ ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആഭിരാത്രിയഥാപ്രാച്യാം ദിശേന്ദ്രിപുഷ്ടം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാഗ്നിനായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം ീരാംഗരം സാന്ദ്രവയോദസൗഭഗം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലം ഉദ്ദാമഗംഗനാദിഭിർവിലോചമാനം വസുദേവ ഐച്ഛദാമിന്നം കിരീടം പരിവളനം കാഞ്ചികുഞ്ചേരമാരാധന്യ ശ്രീവനസൽകൗസ്തുഭമിടകലും ശരുദോരന്തരാളം ശംഖം ചക്രം ഗദാമംഗജമിതിവിലസും നായൊരുകൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിമധുരമലം മംഗളം വാസവ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ കൃഷ്ണ കീർത്തനം ഭക്തിവർദ്ധകം കൃഷ്ണ ചിന്തനം പുണ്യദായകം കൃഷ്ണ ദർശനം മോക്ഷദായകം നന്ദനന്ദനം കൃഷ്ണമാശ്രമേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ 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 രാധികാപ്രിയം വ്യാധിനാശകം രാമസോദരം ശ്യാമസുന്ദരം ഗോപപാലകം ഗോകുലേശ്വരം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ
ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ സുന്ദരം ഭൂമിവല്ലഭം അഖിലനായകം ആശിവപ്രിയം ഭൂതനാഹരം ഭൂതകാരണം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ദ്വാരകാധിപം ദുഃഖനാശകം ചക്രധാരിണം പാർത്ഥസാരഥിം ലോകപാലകം യോഗപൂജിതം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ദേവവന്ദിതം വേദവന്ദിതം വിശ്വപാലകം വിഷ്ണുപൂജിതം ദേവകീസുതം വംശിധാരിണം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ശരണമേ കൃഷ്ണഗീതകം ശ്രവണസുന്ദരം കൃഷ്ണദർശനം ഭുവനമോഹനം വിപ്രപൂജിതം വിശ്വവന്ദിതം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ഭക്തിഭദ്രകം കൃഷ്ണചിന്തനം പുണ്യദായകം കൃഷ്ണദർശനം മോക്ഷകാരണം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ 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 കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ Shut
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. എല്ലാവരും ചൊല്ലുക. കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യജ്ഞം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണായ നമഃ. ശ്രീ രാധേശ്യാം. എല്ലാവർക്കും സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഭഗവത്പാദങ്ങളിൽ ഗുരുപാദങ്ങളിൽ അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ ഗുരു പരമ്പരകളുടെ പാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിക്കാം. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നമ്മളെ ഭക്തിയിൽ ആറാടിച്ച ഭാഗവത സപ്താഹം അതിമനോഹരമായി ഭക്തി നിർഭരമായി നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ തിരുസൻ നടത്തിത്തന്ന ഭാഗവത ഗായക ശിരോമണി ശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി എല്ലാവരും തിരക്ക് കൂട്ടുക, ആരും തിരക്ക് കൂട്ടുക, പതുക്കെ വരിയായി വന്ന് പ്രസാദം വാങ്ങിയാൽ മതി. ആരും തിരക്ക് കൂട്ടുക. ഇവിടെ പറഞ്ഞിട്ട് മറക്കരുതാനും എല്ലാവരും ആ പിന്നീട് നിൽക്കൂ. അതായത് ഇവിടെ പ്രായമായിട്ടുള്ളവർ അവരൊക്കെ ഇവിടെ അശ്വതിക്ക് കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ടാണ് അവർക്കൊക്കെ കൈയും കാര്യം നാളെ വേണ്ടതാണ്. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ പ്രായമായിട്ടുള്ളവരാണ് നിൽക്കുന്നത്. സാവധാനത്തിൽ മതി, വളരെ മെല്ലെ. സമയം 1 മണി ആയിട്ടില്ല. അതുകൊണ്ടാണ് ആചാര്യന്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി നേരെ നമ്മുടെ അന്നദാന മണ്ഡപത്തിലേക്ക് ചെല്ലുക. ടോക്കൺ ഉള്ളവർ ആദ്യം ക്യൂ നിന്ന് മുകളിൽ കയറി ഭക്ഷണം കഴിക്കുക. ടോക്കൺ ഇല്ലാത്തവർക്ക് ടോക്കൺ ഉള്ളവരുടെ പ്രസാദം കൊണ്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ് ഭഗവത് പ്രസാദം. അതായത് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. സാവധാനത്തിൽ തിരക്ക് കൂട്ടാതെ വരിക. ആചാര്യം പറഞ്ഞതുപോലെ വയസ്സായ ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടുന്ന് പ്രസാദമാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, എല്ലാവരും പ്രസാദമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടാതെ സ്വീകരിക്കുക. ഏറ്റവും അവസാനം പ്രസാദം സ്വീകരിക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഭഗവന്റെ അനുഗ്രഹം കിട്ടുന്നത്.